എൻ്റെ പേര് രൂപിൻ, വൈഫാണ് വിദ്യ, മോള് റിഗ്ദാറാം. ഞാൻ റെയിൽവേ സ്റ്റേഷൻ മാഷായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കൊയിലാണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ ലോകനാർക്കാവ് അമ്പലത്തിനടുത്തൊരു വീടെടുക്കുക എന്നുള്ളത്. ഞാനും അനിയനും കൂടിയായിരുന്നു ഇതിൻ്റെ ഒരു വീടെടുക്കാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ മുന്നോട്ട് വന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരെ ഏൽപ്പിക്കും എന്നുള്ളതൊരു വിഷയമായിരുന്നു. കാരണം വന്ന് നോക്കി നടത്താൻ എന്തായാലും പറ്റില്ല. ജോലിയുടെ ബന്ധപ്പെട്ട് വൈഫും വർക്ക് ചെയ്യുന്ന കോടതിയിലാണ്, അനിയൻ മർച്ചൻ്റ് നേവിയിലാണ്. അപ്പോൾ ഒരു തരത്തിൽ നമുക്ക് നോക്കി നടത്തുക എന്നുള്ളത് പോസിബിളായ കാര്യമായിരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ഓൺലൈനിലും ഒക്കെ സെർച്ച് ചെയ്യുമ്പോൾ കെ ഹോംസ് എന്ന ടീമിനെ, അങ്ങനെ മിഥുൻ എന്നാ പേരുണ്ടായിരുന്നു, മിഥുൻ വന്ന് നമ്മൾ കണ്ടു, സംസാരിച്ചപ്പോൾ നമുക്ക് ഭയങ്കര കംഫർട്ടബിളായിരുന്നു കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ അവരെ ടീം വന്ന് നമ്മളെ കണ്ടു. പക്ഷേ നമ്മൾ പിന്നെ ഫേസ് ചെയ്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് വീട് കോൺട്രാക്ട് കൊടുക്കുന്നത് വലിയൊരു ഇഷ്യൂ ആയിരുന്നു. ഈ ഏരിയയിലൊക്കെ കൂലിക്ക് പണിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഉണ്ടായിരുന്നത്. അത് നമുക്ക് നോക്കി നടത്തുക എന്നുള്ളത് തീരെ പോസിബിൾ അല്ലാത്തതിനെ കൊണ്ട് കോൺട്രാക്ട് എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നു. അതിനെ ഏറ്റവും കൂടുതൽ എതിർത്തത് വൈഫും അമ്മയും തന്നെയായിരുന്നു. കോൺട്രാക്റ്റ് കൊടുക്കണ്ടെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നാട്ടിലുള്ള പണിക്കാർ ആകുമ്പോൾ നമുക്കെന്ത് വിശ്വസിച്ച് അവരുടെ അടുത്ത് പറയാം. പിന്നെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് അവർ വീടുണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ വിചാരിച്ചിട്ടാണ് കോൺട്രാക്റ്റ് വേണ്ടാന്ന് പറഞ്ഞത്. അതായത് നമ്മളിപ്പം നാട്ടിൽ തന്നെ ഒരാളാകുമ്പോൾ നമുക്ക് ചോദിക്കാൻ ഒരാളായി, ഇന്ന് നിങ്ങളിങ്ങനെ ചെയ്തില്ലെന്ന് ചോദിക്കാൻ നമ്മളൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അമ്മയും വൈഫ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാനും അനിയനത് ഇവരോട് കെ ഹോംസിനോട് നേരിട്ട് ചോദിക്കാൻ പറഞ്ഞു, ഇങ്ങനെയാണ് നമ്മളതിൻ്റെ അതൊരു പ്രശ്നമുള്ളത്. അപ്പോൾ പറഞ്ഞു വെച്ചാൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളെ എഗ്രിമെൻറ്റ് തന്നെ അങ്ങനെയാണ്, നമുക്ക് അത് റെക്ടിഫൈ ചെയ്തിരുന്നുള്ള ലീഗലി നമ്മൾ പറയുന്നതാണ്. ഇപ്പം നിങ്ങൾ നാട്ടിലൊരാളിൽ പോയി ചോദിക്കുന്ന പോലെയല്ല, കമ്പനി റെസ്പോൺസിബിൾ ആയിരിക്കും ഈ ഒരു കാര്യത്തിന് എന്നുള്ള ഒരു ഉറപ്പ് തന്നതും അതിൻ്റെ എഗ്രിമെൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാം എന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ കെ ഹോംസുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. 8 മാസം ആയിരുന്നു ഇതിൻ്റെ കാലയളവ്. വർക്കൊക്കെ നമുക്ക് വന്ന് കാണാനും പെട്ടെന്ന് സ്പീഡാക്കാനും ഓരോ കാര്യത്തിനും നമുക്ക് വിളിച്ചു വെക്കാൻ, ഇപ്പോൾ എന്താണ് വർക്കിങ്ങനെ എന്ന് ചോദിക്കാനുള്ള ആൾക്കാരും ഈ കമ്പനിയിലുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഈ കോസ്റ്റിൻ്റെ കാര്യം, നമുക്ക് നമ്മുടെ എമൗണ്ട് മൊത്തം അല്ലെങ്കിൽ സേവിങ്സ് മൊത്തം ഇതിലേക്ക് ഇടാനുള്ളൊരു വീടിന് ചിലവാക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നില്ല. നമ്മളൊരു ബജറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, അതിനുള്ളിൽ തന്നെ കാര്യങ്ങൾ കുറഞ്ഞ കോസ്റ്റിൽ ചെയ്യണം എന്നുള്ളതായിരുന്നു നമ്മളെ കെ ഹോംസിന് മുന്നിൽ വെച്ച ഏറ്റവും വലിയൊരു ഡിമാൻഡ്. അപ്പോൾ അതിനനുസരിച്ച് അവർ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാനും, അത് നമ്മൾ വീടിൻ്റെ പ്ലാൻ ആവുന്ന സമയത്ത് തന്നെ നമുക്ക് കോസ്റ്റും കൂടെ അവർ തന്നിട്ടുണ്ട്. ഈ കോസ്റ്റിനുള്ളിൽ നമ്മൾ വീട് തീർത്ത് തരും, ഇന്നേ മെറ്റീരിയൽ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കറക്റ്റ് നമ്മളെ ബജറ്റിനുള്ളിൽ തന്നെ ഈ വീട് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതാണ് ഇതിലേറ്റവും ഞാൻ കണ്ട മെച്ചം. സാധാരണ വീടെടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചത് കോസ്റ്റ് നിൽക്കില്ല. ഓൾറെഡി നമ്മൾ പറഞ്ഞ കോസ്റ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ വീട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. പ്ലാൻ വരച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ VR ആണ് കണ്ടത്. VR ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന വീട് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ VR ശരിക്കും കണ്ടു. അപ്പോൾ ഒരു പ്രശ്നം തോന്നി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഒരു ലിവിങ് ഏരിയ അത് വളരെ ഒരു കൺജസ്റ്റഡ് ആയിട്ട് തോന്നി. അതിൽ ആ ഒരു ഡൈനിങ്ങും സോഫയൊക്കെ കൂടെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കണ്ടത്. അപ്പോൾ ലിവിങ്ങും ഡൈനിങ്ങും ഒക്കെ കൂടെ ഒരുമിച്ച് വന്നപ്പോൾ ഈ ഒരു ഏരിയ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അപ്പോൾ പിന്നെ ഞങ്ങൾ അത് കണ്ടതിന് ശേഷമാണ് ഈ ഒരു ഏരിയ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കാൻ തീരുമാനിച്ചത്. ഡൈനിങ്ങും ഒരു ചെറിയൊരു കോട്ടയാടും അപ്പുറത്തേക്ക് ആക്കി അങ്ങനെ എടുക്കാമെന്നുള്ള തീരുമാനിച്ചത് ആ VR കണ്ടതിന് ശേഷമാണ്. പിന്നെ ബെഡ്റൂം ആണെങ്കിൽ ചെറിയ ബെഡ്റൂം മതി എന്ന് ഞങ്ങൾ ആദ്യം തീരുമാനിച്ചതാണ്. തീരെ ചെറുതായി പോകുന്നുള്ള പേടി ഉണ്ടായിരുന്നു. അപ്പോൾ VR കണ്ടപ്പോഴാണ് അങ്ങനെ തീരെ ചെറുതല്ല, നമുക്ക് ആ VR എക്സ്പീരിയൻസിലാണ് ഈ ബെഡ്റൂമിലെ വലിപ്പം നമ്മൾ ആഗ്രഹിച്ച വലിപ്പം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഒരു ബെഡ് ഇട്ട് കഴിഞ്ഞാൽ ഒരു അലമാര വന്നു കഴിഞ്ഞാൽ അതിൽ സ്ഥലം ഉണ്ടാവുമോ എന്നുള്ളത് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ VR ബെഡും ആ ഒരു വാർഡ്രോബും ഒക്കെ അറേഞ്ച് ചെയ്ത് ആ ഒരു ഇതിൽ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ആ റൂം മതി ഞങ്ങൾക്ക് എന്നുള്ളത്. VR പോലെ തന്നെ നമുക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ മൊബൈൽ ആപ്ലിക്കേഷനിൽ നമുക്കിതൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത്. തുടക്കം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിഥുന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മൊബൈൽ ആപ്ലിക്കേഷനിൽ നമുക്ക് വർക്ക് അതിൽ മോണിറ്റർ ചെയ്യാന്നുള്ളത്. കാരണം വെച്ചാൽ ഞാനിപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററാണ്, മൂപ്പർ കോടതിയിലാണ്, നമ്മൾ എത്തുന്ന സമയമൊക്കെ ലേറ്റാണ്. അപ്പം ഈ വന്ന് നോക്കാനും ഇതിനും നമുക്ക് സമയം കിട്ടുക അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ, വർക്ക് എവിടെ വരെ എത്തി, വർക്കിൻ്റെ സ്റ്റേജ് എന്താണ് എന്നൊക്കെ നോക്കാൻ മൊബൈൽ ആപ്പ് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെയായിരുന്നു ഇപ്പോൾ നമുക്കിവിടെ ഈ ഡോറിൻ്റെ ഒക്കെ വർക്ക് നടക്കുന്ന ഇവിടെ അല്ല, പുറമേ
കമ്പനി, പക്ഷേ അതും നമുക്ക് അപ്ഡേറ്റ് അതിൻ്റെ പിക്ചർ കിട്ടുന്നുണ്ടായിരുന്നു. നമുക്ക് അതുപോലെ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളിൽ കോർ റേസ് ചെയ്യാം, അതവർ റെക്ടിഫൈ ചെയ്യും. പിന്നെ അതിൻ്റെ ഓരോ കാര്യങ്ങളും നമുക്ക് മൊബൈലിൽ ഇങ്ങനെ ട്രാക്ക് ചെയ്ത് പോകാൻ പറ്റുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് ശരിക്കും നല്ല കാര്യമായിരുന്നു. നമ്മളിപ്പോൾ ഓഫീസിൽ നിന്ന് സമയം കണ്ടെത്തി ഇവിടെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. മൊബൈൽ വഴി നോക്കാം, നമ്മളെ പ്രശ്നങ്ങൾ അതിൽ തന്നെ രജിസ്റ്റർ ചെയ്യാം, അതിന് റെസ്പോണ്ട് ചെയ്യും. അങ്ങനെ ഒരു ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ മൊബൈൽ ആപ്ലിക്കേഷനുമായിട്ട് ഉണ്ടായിരുന്നത്. പഠിപ്പുര അത് റൂബിനേട്ടൻ്റെ ആഗ്രഹപ്രകാരം ഉണ്ടാക്കിയതാണ്. ഈ സിറ്റ് ഔട്ട് തന്നെ നമുക്ക് വീടിൽ നിന്ന് വിട്ട് തന്നെ വേണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. വീടിന് എല്ലാവർക്കും ഇങ്ങനെ ചുറ്റും ഇരിക്കാൻ പറ്റുന്ന പഴയൊരു സെറ്റപ്പിൽ ഇങ്ങനെ ചുറ്റും ഇരിക്കാൻ പറ്റണം, അങ്ങനത്തെ ഒരു ഓപ്പൺ കൺസെപ്റ്റായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് പഠിപ്പുര പിന്നെ സിറ്റ് ഔട്ട്. നമുക്ക് ആ ഒരു വീട് എന്ന് പറഞ്ഞൊരു കുറേ ചുമരുകളാവാണ്ട് നമുക്ക് ആ ഒരു ഓപ്പൺ സ്പേസ് എന്ന രീതിയിലായിരുന്നു നമ്മൾ പറഞ്ഞത്. അത് അഭിലാഷ് കറക്റ്റ് അതുപോലെ തന്നെ വരച്ചേരുകയും ചെയ്തു. പിന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് വന്നാലും നമ്മൾ കുറച്ച് ഗ്രീനറി വേണം, ഒരു ചെടി ഉള്ളിൽ വേണം, ആ ഒരു സ്പേസ് വേണം എന്നുള്ളതിൽ നമ്മൾ കോർട്ട്യാർഡ് സെറ്റ് ചെയ്ത് അവിടെ വെളിച്ചം, കാറ്റും വെളിച്ചമൊക്കെ കടക്കുന്ന രീതിയിലായിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഒരു വലിയൊരു വിൻഡോ തന്നെ സെറ്റ് ചെയ്തത്. വൈകുന്നേര സമയത്ത് ആ ഒരു സൂര്യപ്രകാശം കറക്റ്റ് നമുക്ക് ഇതിനുള്ളിൽ കിട്ടും. ഇവിടെ വേറൊരു ലൈറ്റിൻ്റെയോ കാര്യങ്ങളോ ആവശ്യം വരാത്ത രീതിയിൽ അങ്ങനത്തെ ഒരു സ്പേസ് ആയിരുന്നു. നമ്മൾ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഇരിക്കുന്ന, അതായത് ഉറങ്ങാൻ വേണ്ടി മാത്രമേ നമ്മൾ ബെഡ്റൂമിലേക്ക് പോകാറുള്ളൂ എന്നുള്ളതാണ്. ബാക്കി എല്ലാ സമയവും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഏരിയ ഈ ലിവിങ് ഏരിയയും പിന്നെ സിറ്റ് ഔട്ട്, നമ്മുടെ പഠിപ്പുര, ഇവിടെയൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഇതിനും പുറമേ പറഞ്ഞ കാര്യമാണ് ഒരു ലൈബ്രറി സ്പേസ് വേണമെന്നുള്ളത്. അപ്പോൾ മൂപ്പർ അതും കറക്റ്റായിട്ട് നമുക്ക് അപ്സ്റ്റെയറിൽ നമുക്കിങ്ങനെ സ്വസ്ഥമായിട്ടിരുന്ന് വായിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് മൂപ്പർ ഉണ്ടാക്കി തന്നുള്ളതാണ്. ആ ഒരു ഏരിയ പ്ലാൻ നമ്മൾ വിചാരിച്ച പോലെ തന്നെ മൂപ്പർ അത് വരച്ചു തന്നു എന്നുള്ളതാണ്. പിന്നെ കിച്ചണിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ അതിനനുസരിച്ച് കിച്ചണും നന്നായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ കിച്ചൺ മതി എന്നുള്ളതായിരുന്നു. അതായത് കിച്ചൺ അധികം വലിപ്പം വേണ്ടാന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയ കിച്ചൺ മതിയായിരുന്നു. നമ്മൾ എന്താണോ പറഞ്ഞത് അത് ആ രീതിയിൽ തന്നെ നമുക്ക് വരച്ചു തന്നു. ഏറ്റവും മെച്ചം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പേഴ്സണൽ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. ഒരു കമ്പനി ക്ലയൻറ്റ് എന്നുള്ള രീതിയിലായിരുന്നില്ല കെ ഹോംസ് ആയിട്ടുള്ള ബന്ധം. ഇപ്പോൾ അഭിലാഷാണെങ്കിൽ പിന്നെ അശ്വിനാണെങ്കിൽ അവരൊക്കെയായിരുന്നു നമ്മളെ സൈറ്റിലുണ്ടായിരുന്നത്. അവരോടൊക്കെ നമുക്കൊരു അനിയൻ അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു ബന്ധം ഉള്ളതിനെ കൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം. എടാ ഇതിങ്ങനെയല്ലേ ചെയ്ത്, എനിക്കൊന്നും ഒരു സാർ വിളി അല്ലെങ്കിൽ ക്ലയൻറ്റ് വിളി ആവുന്നതായിരുന്നില്ല. എടാ പോടെ അങ്ങനത്തെ റിലേഷൻ തന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ അതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ഇവരെ കൂടെ നമുക്ക് വർക്ക് മുന്നോട്ട് പോകാനും.